നമസ്കാരം. ദേവീ ഭജനത്തിലൂടെ ദുർഗാദേവിയെ ഭജിക്കുന്നതിലൂടെ നമ്മുടെ ദോഷങ്ങൾ മാറാനായിട്ട് നമുക്ക് ചെയ്യാം. സാധാരണ എല്ലാവർക്കും എല്ലാ ദൈവങ്ങളെയും എല്ലാവരും ഭജിക്കാറുണ്ട്. ചിലർ പറയും ഞാൻ വിഷ്ണു സഹസ്രനാമം ജപിക്കും, പഞ്ചാക്ഷരി മന്ത്രം ജപിക്കും, ദേവി മാഹാത്മ്യം വായിക്കും, ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യും. ഇതെല്ലാം ചെയ്താലും എൻ്റെ ദുരിതങ്ങൾ മാറുന്നില്ല എന്ന് പറയാറുണ്ട് ചിലവർ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ദുരിതങ്ങൾ മാറാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ ക്രിയാകലാപങ്ങൾ ഒരുപാടുണ്ടാവാം. വളരെ ഭംഗിയായിട്ടൊക്കെ നമ്മളെല്ലാം ചെയ്യുന്നുണ്ടാവാം, ക്ഷേത്രത്തിൽ പോകുന്നുണ്ടാവാം. പക്ഷെ ക്രിയാകലാപങ്ങളോടൊപ്പം തന്നെ നമുക്കൊരിക്കലും നമ്മുടെ ആ ആത്മസത്ത, അതായത് അതിനോട് ഇഴുകിച്ചേർന്ന് ഒരിക്കലും നമ്മൾ ഈ ചെയ്യുന്ന പ്രവൃത്തിയിൽ ചേരുന്നില്ല എന്നുള്ളതാണ്. നൈസർഗികമായിട്ട് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിനോട് ചേർന്ന് ഒരു ദേവതാ സങ്കല്പത്തിൽ അത് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അതിന് ഫലം കിട്ടിയിരിക്കും. ഒരിക്കലും ദൈവം അല്ലെങ്കിൽ ദേവത നമ്മളെ ഒരിക്കലും ശിക്ഷിക്കുകയൊന്നുമില്ല. എല്ലാവരും പറയാറുണ്ട് ദൈവം ശിക്ഷിക്കും, ദൈവം ശിക്ഷിക്കും. ദൈവം ശിക്ഷിക്കുകയൊന്നുമില്ല. ദൈവം നമ്മളെ രക്ഷിക്കുകയുള്ളൂ. ദൈവം ശിക്ഷിക്കുന്ന അതൊന്നുമല്ല. നീ ചെയ്തതെല്ലാം തെറ്റാണ്. തെറ്റുകൾ വരുന്നത് നമ്മുടെ കർമ്മ ഫലമായിട്ടാണ് നമ്മൾ ശിക്ഷകൾ അനുഭവിക്കുന്നത്. ദൈവമല്ല ശിക്ഷിക്കുന്നത്. നമ്മളുടെ കർമ്മഫലം നമ്മളെ അനുഭവ യോഗ്യമാക്കി തീർക്കുകയാണ്. അപ്പം നല്ല കർമ്മമാണെങ്കിൽ നല്ല അനുഭവങ്ങൾ, ചീത്ത കർമ്മമാണെങ്കിൽ ചീത്ത അനുഭവങ്ങൾ. ചീത്ത കർമ്മം എന്ന് പറയുന്നത്, നല്ല കർമ്മം എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത് നമുക്ക് പിന്നീട് നോക്കാം. ഇവിടെ ദേവിയെ ഭജിക്കുന്നതോടുകൂടി ചന്ദ്രൻ്റെ അതിദേവതയാണ് ദുർഗ. ചന്ദ്രൻ്റെ ദശാകാലം 10 വർഷക്കാലമാണ് ചന്ദ്രദശാകാലം. ഈ ചന്ദ്രദശാകാലത്ത് അതിൻ്റെ അധിപതിയായ ദേവതയായ ദുർഗാദേവിയെ നമ്മൾ ഭജിക്കുക. ദുർഗാദേവി ക്ഷേത്ര ദർശനം, ദുർഗാ പൂജ, ദുർഗാ സ്തോത്രങ്ങളുടെ ജപം ഇവ അനുഷ്ഠിക്കുന്നതൊക്കെ വളരെ ഉത്തമമായ കാര്യം തന്നെയാണ് ചന്ദ്രദശാകാലത്ത്. പിന്നെ പൗർണമി ദിവസം ഈ പറയുന്ന ദുർഗാദേവി ക്ഷേത്ര ദർശനം, ദുർഗാ പൂജ, ദുർഗാ സ്തോത്രങ്ങളുടെ ജപം ഇതൊക്കെ പൗർണമി ദിവസം പതിവായിട്ട്, എല്ലാ പൗർണമിക്കും നമ്മൾ പതിവായിട്ട് അനുഷ്ഠിക്കുക. ചന്ദ്രദശാകാലത്ത് പതിവായിട്ട് ജന്മനക്ഷത്രം, ചന്ദ്രദശാകാലം 10 വർഷമാണ്. അപ്പോൾ ഓരോ മാസവും നമ്മുടെ പക്കപ്പിറന്നാൾ ഉണ്ടാവും. ഈ ഓരോ മാസത്തിലും പക്കപ്പിറന്നാൾ തോറും ഭഗവതി സേവ അമ്പലത്തിലോ വീട്ടിലോ നമ്മൾ ഭഗവതി സേവ നടത്തുന്നത് വളരെ ഉത്തമമാണ്. നമ്മുടെ ഈ ചന്ദ്രദശാകാലം ചന്ദ്രന് പക്ഷബലം ഇല്ല എങ്കിലും നമുക്ക് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് നമുക്ക് സ്റ്റെബിലിറ്റി ഉണ്ടാവും. ദോഷാധിക്യമുള്ള ചന്ദ്രദശാകാലത്ത്, ചന്ദ്രന് പക്ഷബലം ഇല്ലാത്ത ചന്ദ്രനാണ് പക്ഷബലം ഇല്ല എങ്കിൽ അങ്ങനെയുള്ള ദശാകാലത്ത് സന്ധ്യാസമയം കഴിഞ്ഞിട്ട് ഭഗവതി സേവ നടത്താം. പകലല്ല, ചന്ദ്രൻ ഉദിച്ചു വരുന്ന സമയത്ത് നമുക്ക് ഭഗവതി സേവ നടത്താം. അപ്പോൾ 6-ൽ നിൽക്കുന്ന ചന്ദ്രൻ്റെ ദശാകാലത്ത്, 6-ലാണ് ചന്ദ്രൻ നിൽക്കുന്നതെങ്കിൽ ആ ദശാകാലത്ത് ശത്രുപീഡ, ശത്രുക്കളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ദുരിതങ്ങൾ, ബാധാദുരിതങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നമുക്ക് ദുരിതങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇവയുടെയൊക്കെ ശമനത്തിനായിട്ട് നമുക്ക് ആഗ്നേയ തൃഷ്ടുപ്പ് ജപിച്ച് ഭഗവതി സേവ നടത്തുന്നത് വളരെ ഉത്തമമാണ്. ചന്ദ്രദശാകാലത്ത് ഇങ്ങനെയുള്ള ദുരിതങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആഗ്നേയ തൃഷ്ടുപ്പ് ജപിച്ച് നമുക്ക് ഭഗവതി സേവ നമുക്ക് നടത്താം ത്രിസന്ധ്യാസമയം കഴിഞ്ഞ ശേഷം. ഇനി ചന്ദ്രൻ 7-ലാണെങ്കിലോ, ചന്ദ്രൻ 7-ൽ നിന്നാൽ നമുക്ക് സൗന്ദര്യമുള്ള ജീവിത പങ്കാളിയൊക്കെ കിട്ടും. എങ്കിൽ തന്നെയും മംഗല്യസിദ്ധിക്ക് സ്വയംവര മന്ത്രം ജപിച്ച ഭഗവതി സേവ നമുക്ക് നടത്താം. ശത്രുജയം, വ്യവഹാരാദികളിൽ വിജയം തുടങ്ങിയവ വരാൻ വേണ്ടിയിട്ട് ജയദുർഗാ മന്ത്രം ജപിച്ചുകൊണ്ടുള്ള ഭഗവതി സേവ നടത്തുന്നത് ഉത്തമമാണ്. ആയുർദോഷം, രോഗപീഠ ഇവയൊക്കെ ചന്ദ്രദശയിൽ അനുഭവപ്പെടാൻ ദുർഗാമന്ത്രം കൊണ്ട്, ആയുർദോഷമൊക്കെ ഉണ്ടെങ്കിൽ ചന്ദ്രദശയിൽ നമ്മൾ ഈ പറയുന്ന ദുർഗാമന്ത്രമൊക്കെ ജപിച്ച് ശക്തിപ്പെടുത്തിയിട്ട് ഒരു കലശം ജാതകന് അഭിഷേകം ചെയ്യുകയും മന്ത്രശക്തി വരുത്തിയ നെയ്യ് അല്ലെങ്കിൽ സംഭാതം സേവിക്കുകയൊക്കെ ചെയ്യുന്നത് ദോഷങ്ങൾ മാറാൻ വളരെ നല്ലതാണ്. ഭരണി, പൂരം, പൂരാടം, ആയില്യം, തൃക്കേട്ട, രേവതി, പുണർദം, വിശാഖം, പൂരോരുട്ടാതി എന്ന നക്ഷത്രക്കാര് ഈ ചന്ദ്രദശാകാല സമയത്ത് സവിശേഷ പ്രാധാന്യത്തോടു കൂടി ഈ ദുർഗാദേവിയെ ഭജിക്കുകയും ദുർഗാദേവി സ്തോത്രങ്ങൾ ജപിക്കുകയും ദുർഗാദേവി ക്ഷേത്ര ദർശനം നടത്തുകയൊക്കെ ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്. പിന്നെ ഒപ്പം തന്നെ സൗന്ദര്യലഹരി, ലളിതാ സഹസ്രനാമം, ദേവി മാഹാത്മ്യം 5-11 അധ്യായങ്ങൾ ഇവയൊക്കെ ദേവി പ്രീതിക്ക് വേണ്ടി ജപിക്കുകയും പാരായണം ചെയ്യുകയൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചന്ദ്രദോഷങ്ങൾ ദേവി ഭജനത്തിലൂടെ, ദുർഗാദേവി ഭജനത്തിലൂടെ നമ്മുടെ ദോഷങ്ങൾ ഒരുപാട് മാറും. പിന്നെ നമുക്ക് വലിയ ദുരിതങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് ആ ഒരു 10 വർഷക്കാലം കഴിച്ചു കൂട്ടാൻ പറ്റും.